ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. ഒരു അടിപൊളി ഒരു ട്രെയിൻ യാത്ര. കാരണം നമുക്കെല്ലാവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ്, ട്രെയിൻ കാണുന്ന ഇഷ്ടമാണ്, പല ആൾക്കാർക്കും ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. അത് കൊങ്കൺ റൂട്ടാണ്. കൊങ്കൺ റൂട്ടുകൾ നമ്മൾ നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നിരവധി വീഡിയോകൾ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മൾ കൊങ്കൺ സ്റ്റാർട്ട് ചെയ്യുന്ന, ഞാനിപ്പോൾ വരുന്നത് പൂനെയിൽ നിന്നാണ്. അപ്പോൾ കൊങ്കൺ റൂട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം കുറേ ഡിസ്റ്റർബൻസ് ഒക്കെ, സൗണ്ട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഈ വീഡിയോ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി കാഴ്ചകളുണ്ട് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ. നല്ല സ്ഥലങ്ങൾ, നല്ല വനം ഏരിയയിൽ കൂടാണ് ഈ കൊങ്കൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പ്രത്യേകിച്ച് നമുക്ക് ആ യാത്ര കൂടുതലും ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ചാണ്, AC അല്ല. അതുകൊണ്ട് നമുക്ക് വെളിയിലുള്ള വീഡിയോ ഒക്കെ നല്ല കറക്റ്റായിട്ട് എടുക്കാനും പറ്റി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇവിടെ വരെ ഉള്ളതെന്ന് തോന്നുന്നു ഇലക്ട്രിക് ലൈൻ. ഇവിടുന്ന് ഡീസൽ ലോക്കായാന്ന് തോന്നുന്നു പോകുന്നത്. കാരണം നമ്മൾ അങ്ങോട്ട് കയറുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് അറിയുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ കാസ്റ്റൽ റോക്ക് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. ഇവിടെ നിരവധി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നാണ് അങ്ങോട്ടാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കൊങ്കണ്ട റൂട്ട് ആരംഭിക്കുന്നത്. കാരണം ട്രെയിനിന് 2 ഇഞ്ചിനാണ് കണക്ട് ചെയ്തതിന്. ഫ്രണ്ടിൽ തന്നെ 2 ഇഞ്ചിനുണ്ട്. എനിക്കൊന്ന് ബാക്കിൽ നിന്നും ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുഷ് ബുൾ എന്ന രീതിയിലായിരിക്കും ഈ റൂട്ടും പോകുന്നത്. കാരണം നമ്മളിതിനകത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ അറിയുന്നില്ല. ഈ വളമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഫ്രണ്ടിൽ 2 ഇഞ്ചിനുള്ള നമ്മൾ കാണുന്നത്. അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കച്ചവടക്കാരൊക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തിൻ്റെ വടക്കേ ഭാഗമാണ് കൊങ്കൺ. പശ്ചിമഘട്ട തീരപ്രദേശം ഇഴുകി സ്ഥിതി ചെയ്യുന്ന ഇതിലൂടെ ഒരു റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ പാത. മഹാരാഷ്ട്രയിലെ റൊഹായയിൽ നിന്നും കർണാടകത്തിലെ മംഗലാപുരം തമ്മിൽ ബന്ധിക്കുന്ന റെയിൽവേ പാതയാണ് കൊങ്കൺ റെയിൽവേ പാത. അതുവഴി കേരളം, മംഗലാപുരം, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കാൻ ഈ പാതയ്ക്ക് സഹായിച്ചു. കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ പങ്കാളികളാണ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല. മലയാളിയായ E. ശ്രീധരനായിരുന്നു ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. 1990 സെപ്റ്റംബർ 15 റോഹേൽ കൊങ്കൺ റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തകർക്കല്ലിട്ടു. ഇതിന് റെയിൽവേയുടെ മൊത്തം ദൂരം 738 കിലോമീറ്ററാണ്. ആകെ ഒരു പാതയേ ഉള്ളൂ, സിംഗിൾ ലൈനാണ് ഇത്. 1997 മുതൽ കൊങ്കൺ പാതയിലെ ചരക്ക് വണ്ടികൾ ഓടിത്തുടങ്ങി. കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ യാത്രാ ട്രെയിൻ അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26-നാണ്. യാത്രാ ദൈർഘ്യം പകുതിയോളം കുറഞ്ഞതാണ് കൊങ്കൺ റെയിൽവേയിലുണ്ടായ പ്രധാന നേട്ടം. വലിയ പോയ പോയാട്ടോ പണിഞ്ഞോണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാട്ടോ. ഇത്രയും പ്രകൃതി രമണീയ ഭാഗങ്ങളിലൂടെ ഈ പാത കടന്നു പോവുകയാണ്. ഗോവയിലെ ടൂറിസം വ്യവസായത്തിന് ഇത് വളരെ സഹായിച്ചു. 60 സ്റ്റേഷനുകളാണ് കൊങ്കൺ റെയിൽവേയിലുള്ളത്. 91 തുരങ്കങ്ങളും 1858 പാലങ്ങളും ഈ റൂട്ടിലുണ്ട്. കൊക്കട മേളിൽ കൂടെ പോകുന്നുണ്ടോ? ഒന്ന് കൊക്കയാ താഴെ. കൊങ്കൺ റെയിൽവേ പാതയിൽ 6 കിലോമീറ്റർ വരുന്ന ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കവും ഈ റൂട്ടിലാണ്. കർബൂ തുരങ്കമാണ് 6.5 കിലോമീറ്റർ ഉള്ളത്. 5ാമത് കയറാൻ പോകുന്നത് കേട്ടോ. വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ നോക്കി അടുത്ത്. അയ്യോ, അങ്ങനെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള പ്രദേശത്ത് കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളങ്ങനെ ഒരു ട്രെയിൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇവിടെ ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഗുഡ് ട്രെയിൻ ആയിരിക്കും. എല്ലാത്തിനും അതായത് 2 ഇഞ്ചൻ 1, 2 രണ്ടാമത്തെ ഇഞ്ചൻ
2 ഇഞ്ചിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, 2 ലോക്കോ. ഇതും കൽക്കേരി കൊണ്ടുവരുന്ന ട്രെയിനാണ്, ഗുഡ്സ് ട്രെയിനാണ്. അമ്മ നല്ല നീളമാണ് ട്രെയിന്. അവിടെ ഒറ്റ ക്രോസിങ് ഇതുണ്ടോ. അടുത്ത പോവാ മുന്നോട്ട് കയറുകയാണ്. അഞ്ചാമത്തെ പോവാ. അടുത്ത അങ്ങനെ ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലായിടം റെയിൽവേയുടെ ഇലക്ട്രിക്കൽ വർക്കും അല്ലാതെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്രോസിംഗ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഏറ്റവും മനോഹരമായ, ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമാണിത്. ഇവിടെയാണ് ദൂദ് സാഗർ വാട്ടർ ഫാൾസ്, ദൂദ് സാഗർ വെള്ളച്ചാട്ടം. ഇവിടെയാണ് മറ്റേ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിലെ ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്നാണ് ഈ വാട്ടർ ഫാൾസ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നിരവധി ആൾക്കാരാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഇവിടെ പലയിടത്തും ഇറങ്ങിയിട്ട് നടന്നൊക്കെയാണ് അവിടെ എത്തുന്നത്. വളരെ ഡേഞ്ചറസ് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട്. മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു. ഇതൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് കേട്ടോ, ഇതൊക്കെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. സിഗ്നലൊക്കെ ഉണ്ട് അവിടെ കൊങ്കണ്ട്. അവിടെ ഒരു അമ്പലം ഉണ്ട് അങ്ങോട്ട്, അത് കാണാം. അപ്പോൾ നമ്മൾ കണ്ടേ വലുത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ദൂദ് സാഗർ വാട്ടർഫാൾസ് ആണ്. വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ കുറച്ച് വെള്ളമേ ഉള്ളൂ. ടണൽ 13 ചെറുതാ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ട സ്ഥലത്ത് പോകും. എനിക്കറിയില്ലായിരുന്നു ഈ സൈഡിലായിരുന്നു വെള്ളച്ചാട്ടമൊന്നും. ഞാൻ നേരെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. പിന്നെ ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളച്ചാട്ടം കണ്ട് ഓടിപ്പോയി. അതിൻ്റെ ശകലം എനിക്ക് കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. അന്ന് മൺസൂൺ സമയം അല്ലാഞ്ഞുകൊണ്ട് വെള്ളം കുറവായിരുന്നു.
അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ പാലവും ഈ വഴി തന്നെയുണ്ട്. 4327 ഫീറ്റ് നീളമുള്ള ഗോവയിലെ സൗദി നദിക്ക് കുറുകെയുള്ള കടന്നു പോകുന്ന കൊങ്കണിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഏകദേശം 1.5 കിലോമീറ്റർ അടുത്തുണ്ട് ഈ പാലം. അങ്ങനെ നമ്മൾ വരുന്ന വഴികളിൽ നിരവധി ചരക്ക് ട്രെയിനുകളാണ് ഈ കടന്നു വരുന്നത്. ഇതെല്ലാം കൽക്കരിയുമായി പോകുന്നതാണ്. ഇതിനെല്ലാം ഫ്രണ്ടിൽ 2-3 ഇഞ്ചിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കേരളം പോലെ കേട്ടോ. നമ്മുടെ കേരളം പോലെ തന്നെ അല്ലേ? കേരളത്തിൽ കൂടെ പോകുന്നുണ്ട് തന്നെ. ഗോവയാന്ന് പറയല്ലേ? നോക്കിയേ, ഇഷ്ടത്തിന് സ്ഥലമുണ്ട്, കൃഷിയുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നുണ്ടോ? കണ്ടോ, ഇഷ്ടത്തിനുണ്ട്. ചീരയോ പയ്യനാണ് കണ്ടാൽ പോകുന്നുണ്ടോ? ട്രാക്ടർ ഓടിക്കുന്നൊരു പയ്യനാ. ഒരു പയ്യനാ ട്രാക്ടർ ഓടിക്കുന്നത്. ഗെയ്സ്, നമ്മളങ്ങനെ ഗോവ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഡീസൽ ലോക്കോയ. ഡീസൽ ഇത് ഇതിന്റെയാ? ഇലക്ട്രിക് അല്ല, ലോക്കോ, മറ്റേ ഡീസൽ ലോക്കോ. ഡീസൽ വന്ദേ ഭാരത് വരുന്നു വടക്കാവ് സ്റ്റേഷനിൽ വെച്ച്. സ്റ്റേഷൻ കാണാകോണാന്നാ ഇരിക്കുന്നത്. ഫീറ്റ് നീളമുള്ള ഗോവയിലെ സൗദി നദിക്ക് കുറുകെയുള്ള കടന്നു പോകുന്ന കൊങ്കണിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഈ റൂട്ടിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. 1.5 കിലോമീറ്റർ അടുത്തുണ്ട്. ഗോവയിൽ നിന്ന് കഴിയുമ്പം നമ്മൾ ട്രെയിൻ എടുത്ത് കഴിയുമ്പം ആ പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിനിൻ്റെ ക്രോസിങ്ങിന് വേണ്ടിയായി കൊണ്ടിടുന്നത് കണ്ടോ. കാർവാറോ എന്തോ ഒരു പേര് കണ്ടില്ല. ഇവിടെ ഇലക്ട്രിക്കാ കേട്ടോ. മറ്റെല്ലാം വന്ന് കൽക്കരി എന്തോ ഇത്. കൽക്കരിയാ.
മല ഇടിച്ചേ, ഈ മല ഇടിച്ച് നേരെ അപ്പുറത്ത് വരെ തുരങ്കം അടിച്ചിരിക്കും. നമുക്ക് ഇന്ന് വലിയ തുരങ്കമായിരിക്കും. തുരങ്കത്തുള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഇത്ര തുരങ്കം വന്ന് എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സൈഡിലെല്ലാം എഴുതിയാൽ പോലും നമുക്ക് വായിക്കാൻ പറ്റും. അവരെ മേളിൽ നമുക്ക് കാണാൻ പറ്റും. സൈഡ് തുരങ്കം അത്ര ചെയ്തിട്ടുണ്ട്. വായിക്കാൻ പറ്റത്തില്ല. കയറി മൊത്തം ഡീസൽ ലോറിയുടെ മൊത്തം പൊടിയാണ്. ഗോവ ഹൈവേ ആണ്. അതിന് മേലോട്ട് വരെ പോയത് അതിൽ ആധാർ റോഡ് അങ്ങനെ പോലെ മേളിൽ കൂടെ. നമ്മളടുത്ത് വരാം. ചെറിയ ടണൽ. ചെറുതാണ് ചെറുത് അടുത്തല്ല. സ്റ്റേഷൻ ഗോകർണ റോഡോ? ഗോകർണ റോഡ്. प्लेटफॉर्म क्रमांक 1 पर आ चुकी है। इस गाड़ी से पधारे यात्रियों का यहाँ हम हार्दिक स्वागत करते हैं। मुरुडेश्वर റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് മുരുടേശ്വർ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുരുടേശ്വർ പോകാം. ഇവിടുന്ന് ബസ് കിട്ടും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് മുരുടേശ്വർ. ബീച്ചും ആ ശിവൻ്റെ വലിയൊരു പ്രതിമയും ആ ഗോപുരമൊക്കെ ഉണ്ടെങ്കിൽ മേളിൽ കയറുകയൊക്കെ ചെയ്യാം. അടിപൊളി ഇത് സ്ഥലം. മുരുടേശ്വർ മംഗലാപുരം ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. മുരുടേശ്വരാണ് ഈ കാണുന്നത്.
മുരുടേശ്വർ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബൈന്ദൂരാണ്. മൂകാംബിക റോഡ് എന്ന സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് മൂകാംബിക്ക് പോകാൻ വളരെ എളുപ്പമാണ്. 30 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഇവിടുന്ന് ടാക്സിയും കിട്ടും. ടാക്സിക്ക് നിസ്സാര പൈസയേ ഉള്ളൂ, വലിയ പൈസ ആകത്തില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ബസ്സും ഉണ്ട് മൂകാംബിക്ക്. ഇവിടെ നമ്മുടെ അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ്. ഇങ്ങോട്ട് നിരവധി കൊങ്കൺ റൂട്ട് വഴിയുള്ള ട്രെയിൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പ് ഒരു ഗുഹയുണ്ടായിരുന്നു, നമ്മളതൊന്നും എടുത്തില്ല. ഇത്തിരി നേരം കൊണ്ട് വീഡിയോ എടുത്ത് ഒത്തിരി ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ ഒത്തിരി ലോങ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ബൈന്ദൂരിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുന്നു. അടുത്തൊരു സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുണ്ടപുര എന്ന് പറയുന്നൊരു സ്റ്റേഷനോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എനിക്ക് നമ്മളങ്ങനെ കൊങ്കൺ റൂട്ടിലെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ വീഡിയോ ആണ്.